നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാചകമല്ലേ, പണ്ടത്തെ കാലമല്ല ഇത് എന്ന്. ശരിയാണ് ഇല്ലേ? പണ്ടത്തെ കാലമല്ല. പണ്ടൊക്കെ മക്കൾ കിടന്നുറങ്ങിയ ശേഷമാണ് മാതാപിതാക്കൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നേരെ തിരിഞ്ഞു. മക്കൾ മാതാപിതാക്കൾ ഉറങ്ങിയ ശേഷമാണ് കിടന്നുറങ്ങുന്നത്. പണ്ടൊക്കെ ഒരു പായയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും കൂടി നമ്മളെല്ലാവരും കിടന്നുറങ്ങിയിരുന്നു. 4 മക്കളുണ്ടെങ്കിൽ 4 പേരും കൂടെ ഒരു പായയിൽ അച്ഛനും അമ്മയായിട്ട് കിടക്കും. ഇന്നെങ്ങനെയാണ് ഓരോരുത്തരും ഓരോ മുറികളിലായി കിടന്നുറങ്ങൽ. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയും മക്കളും കൂടെ കൂടിയിരുന്ന് ഒറ്റയ്ക്കായിരുന്നു. ഇന്നിപ്പോൾ അവനവൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നു, പോകുന്നു. പണ്ട് അച്ഛനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അനുസരിക്കുമായിരുന്നു. ഇന്നിപ്പം മക്കളൊരു വാക്ക് പറഞ്ഞാൽ അച്ഛനും അമ്മയും അനുസരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. പണ്ട് കാലത്തൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് പോയി നിന്ന് ഓരോ കാര്യങ്ങൾ പറമ്പിൽ പണിയാണെങ്കിലും ഒക്കെ ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ പറമ്പിൽ പണിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ പറയും, എനിക്ക് സമയമില്ല, എനിക്ക് ക്ലാസ് ഉണ്ട്, എനിക്ക് നേരമില്ല എന്നിങ്ങനെ പറയുന്ന മക്കളെ കാണാം. നേരെ ഒരു ദയവുമില്ലാതെ മാതാപിതാക്കളോട് തട്ടിക്കയറുന്ന മക്കളെയും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഉണ്ടാക്കുന്ന ഫുഡുകൾക്കും മാറ്റമുണ്ട്. പണ്ടൊക്കെ എല്ലാവർക്കും കൂടെ ഒരു ഫുഡ്, ഒരു കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, അത് മാത്രം മതിയായിരുന്നു. ഇന്നിപ്പോൾ മൂത്തവനൊരു ഫുഡ്, ഇളയവനൊരു ഫുഡ്, അച്ഛന് വേറെ, അമ്മയ്ക്ക് വേറെ എന്ന് വേണ്ട. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്ന അവസ്ഥയിലേക്കും വന്നുകൂടി. ശരിയാണോ ഞാനീ പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ കാലത്തിൻ്റെ പോക്ക് ഇനി ഇതിന് മാറ്റങ്ങളുണ്ടാവുമോ? ഇത് കൂടിക്കൂടി വരികയുള്ളൂ എന്നാണ് തോന്നുന്നത്.